ഹായ് ഫ്രണ്ട്സ്, വെൽക്ം ടു PSC Decode യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 30 പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മളൊരു 7 വീഡിയോസോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾക്കതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉള്ളത് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് പഠിക്കുകയും വേണം. നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ നമ്മൾ 51ാമത്തെ ചോദ്യം മുതലാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ 51ാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. ഓപ്ഷൻ എ ജബുലാനി, ഓപ്ഷൻ ബി അൽ നിഹാല, ഓപ്ഷൻ സി അൽ റിഹ്ല, ഓപ്ഷൻ ഡി എൽഡറാഡോ. ആൻസർ ഓപ്ഷൻ സി അൽ റിഹ്ല. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയ പേരെന്തെന്നാണ്? അൽ റിഹ്ല എന്നാണ് ആ ഫുട്ബോളിന്റെ പേര്. അടുത്ത ചോദ്യം, 52ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. ഓപ്ഷൻ എ ദശരഥ് മാഞ്ചി, ഓപ്ഷൻ ബി ഹരേകള ഹജ്ജബ്ബ, ഓപ്ഷൻ സി യശ്വന്ത് സിൻഹ, ഓപ്ഷൻ ഡി ശ്യാം ശരൺ നേഗി. ആൻസർ ഓപ്ഷൻ ഡി ശ്യാം ശരൺ നേഗി. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. അടുത്ത ചോദ്യം, മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? ഓപ്ഷൻ എ ഉളിപ്പല്ല്, ഓപ്ഷൻ ബി കോമ്പല്ല്, ഓപ്ഷൻ സി ചർവണകം, ഓപ്ഷൻ ഡി അഗ്രചർവണകം. ആൻസർ ഓപ്ഷൻ ബി കോമ്പല്ല്. മനുഷ്യനിലെ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല്. കോമ്പല്ലുകൾ എത്ര എണ്ണമാണ്? 4 എണ്ണമാണ് കേട്ടോ. കോമ്പലുകളുടെ എണ്ണം 4 എണ്ണം. അടുത്ത ചോദ്യം, പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീന്റെ ധർമ്മം. രണ്ടാമത്തെ പ്രസ്താവന, ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. മൂന്നാമത്തെ പ്രസ്താവന, ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നാലാമത്തെ പ്രസ്താവന, പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉം. അതായത് ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ എന്നുള്ളത് ശരിയാണ്. അതേപോലെ പ്രോട്ടീൻ കുറയുന്നത് മൂലം ശരീരത്തിന്റെ വളർച്ച കുറയാനായിട്ടും കാരണമാകുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? ഓപ്ഷൻ എ പയർ, ഓപ്ഷൻ ബി വെണ്ട, ഓപ്ഷൻ സി പാവൽ, ഓപ്ഷൻ ഡി നെല്ല്. ആൻസർ ഓപ്ഷൻ സി പാവൽ. അപ്പൊ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തതാണ് പ്രിയങ്ക എന്ന വിത്തിനം. കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനം. ഏതിന്റെ വിത്തിനമാണത്? അത് പാവൽ. പാവലിന്റെ വെറൈറ്റിയാണ് പ്രിയങ്ക. അടുത്ത ചോദ്യം, വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ സൈലന്റ് വാലി, ഓപ്ഷൻ ബി മതികെട്ടാൻ ചോല, ഓപ്ഷൻ സി പാമ്പാടും ചോല, ഓപ്ഷൻ ഡി ഇരവികുളം. ആൻസർ ഓപ്ഷൻ ഡി ഇരവികുളം. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനമാണ് ഇരവികുളം. അടുത്ത ചോദ്യം, ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഓപ്ഷൻ എ ഹരിതസസ്യങ്ങൾ, ഓപ്ഷൻ ബി സസ്യഭോജി, ഓപ്ഷൻ സി മിശ്രഭോജി, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ എ ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ, ഉൽപാദകർ അല്ലെ. അടുത്ത ചോദ്യം, 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? ഒന്നാമത്തേത് പ്രകൃതിക്ക് വേണ്ടിയുള്ള സമയം, രണ്ടാമത്തേത് വായു മലിനീകരണം തടയുക, മൂന്നാമത്തേത് ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക, നാലാമത്തേത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ.
ഇതിലേതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം? ആൻസർ ഓപ്ഷൻ സി 4, അതായത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. നമുക്ക് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് 2023 അല്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശമാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് ആണ് 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത്. അതുകൂടി ഓർത്തു വെച്ചേക്കാം. മെസ്സേജ് എന്തായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതാണ് 2023 പരിസ്ഥിതി ദിന സന്ദേശം, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. സാൾസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ എ ശ്വാസകോശം, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി വൃക്ക. ആൻസർ ഓപ്ഷൻ എ ശ്വാസകോശം. സാൾസ് രോഗം മുഖ്യമായിട്ടും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അടുത്ത ചോദ്യം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പ്രകീർണനം, ഓപ്ഷൻ സി പ്രതിപതനം, ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി പ്രകീർണനം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. അടുത്ത ചോദ്യം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ എ ആർക്കിമിഡീസ്, ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ, ഓപ്ഷൻ സി ലൂയി പാസ്ചർ, ഓപ്ഷൻ ഡി ടോറിസെല്ലി. ആൻസർ ഓപ്ഷൻ ഡി ടോറിസെല്ലി. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ബെൻസോയേറ്റ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം ബെൻസോയേറ്റ്, ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾക്ക് എന്താ പറയുന്നത്? പ്രിസർവേറ്റീവ്സ് അല്ലെ. അപ്പൊ സോഡിയം ബെൻസോയേറ്റ് ഒരു പ്രിസർവേറ്റീവ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം. സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. അപ്പൊ സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. അത് ഏത് വാതകമാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. സോഡ വാട്ടർ എന്ന് പറയുന്നത് ഗ്യാസ് ലിക്വിഡിൽ ലയിച്ചിട്ടുള്ള ഒരു മിക്സർ ആണ്. അപ്പൊ അവിടെയുള്ള ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെ വാട്ടറിൽ ലയിപ്പിച്ച് കിട്ടുന്നതാണ് സോഡ വാട്ടർ. അടുത്ത ചോദ്യം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ്? ഓപ്ഷൻ എ ഭ്രമണം, ഓപ്ഷൻ ബി ചലനം, ഓപ്ഷൻ സി ബലം, ഓപ്ഷൻ ഡി കമ്പനം. ആൻസർ ഓപ്ഷൻ ഡി കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. അടുത്ത ചോദ്യം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ എ ഇമ്മാനുവൽ ഷാർപെന്റിയെ, ഓപ്ഷൻ ബി പോൾ ആർ മിൽഗ്രോം, ഓപ്ഷൻ സി റോബർട്ട് ബി വിൽസൺ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ഇമ്മാനുവൽ ഷാർപെന്റിയെ. 2020 നോബൽ സമ്മാനം രസതന്ത്രത്തിന് ലഭിച്ചത് ഇമ്മാനുവൽ ഷാർപെന്റിയെ എന്ന വ്യക്തിക്കാണ്. ഇനിയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് 2022 2023 നോബൽ പ്രൈസുകളാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോബൽ പ്രൈസ് എന്ന് പറയുന്നത് 2023 നോബൽ പ്രൈസ് ആണ്. അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തെ 2022 നോക്കി വെച്ചേക്കാം. അപ്പോൾ 2023 നോബൽ പ്രൈസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അതും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ, മാറിപ്പോകാതെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ മോക്ക് ടെസ്റ്റിന് ശേഷം തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണണം. അതേപോലെ 2023 നോബൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇനിയുള്ള എക്സാമിന് 1 മാർക്ക് ഉറപ്പായിട്ട് നേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ആരും വിട്ട് കളയരുത്. വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ ആ ടോപ്പിക്ക് പഠിച്ച് സെറ്റാക്കിയേക്കണം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഡെങ്കി, ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്, ഓപ്ഷൻ സി ടൈഫോയിഡ്, ഓപ്ഷൻ ഡി യെല്ലോ ഫംഗസ്. ആൻസർ ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം ബ്ലാക്ക് ഫംഗസ് കാരണം ഉണ്ടാകുന്നതാണ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ? ഓപ്ഷൻ എ BCG, ഓപ്ഷൻ ബി കോവാക്സിൻ, ഓപ്ഷൻ സി OPV, ഓപ്ഷൻ ഡി MMR. ആൻസർ ഓപ്ഷൻ ബി കോവാക്സിൻ. COVID-19 ഉപയോഗിക്കുന്ന വാക്സിനാണ് കോവാക്സിൻ. അടുത്ത ചോദ്യം, എംഫിസിമ ബാധിക്കുന്ന അവയവം? ഓപ്ഷൻ എ ശ്വാസകോശം, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി വൃക്ക, ഓപ്ഷൻ ഡി കരൾ. ആൻസർ ഓപ്ഷൻ എ ശ്വാസകോശം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അടുത്ത ചോദ്യം, ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം? ഓപ്ഷൻ എ പ്രോട്ടീൻ, ഓപ്ഷൻ ബി കാർബോഹൈഡ്രേറ്റ്, ഓപ്ഷൻ സി വിറ്റാമിൻ, ഓപ്ഷൻ ഡി ധാതുക്കൾ. ആൻസർ ഓപ്ഷൻ എ പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ഇതിനു മുന്നേ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. നെക്സ്റ്റ്, ഈച്ച പരത്തുന്ന ഒരു രോഗം? ഓപ്ഷൻ എ മന്ത്, ഓപ്ഷൻ ബി കോളറ, ഓപ്ഷൻ സി മലമ്പനി, ഓപ്ഷൻ ഡി ന്യൂമോണിയ. ആൻസർ ഓപ്ഷൻ ബി കോളറ. ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ. അടുത്ത ചോദ്യം, ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ എ പ്രമേഹം, ഓപ്ഷൻ ബി ക്വാഷിയോർക്കർ, ഓപ്ഷൻ സി മരാസ്മസ്, ഓപ്ഷൻ ഡി ഗ്ലൂക്കോമ. ആൻസർ ഓപ്ഷൻ എ പ്രമേഹം. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അടുത്ത ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി? ഓപ്ഷൻ എ ആർദ്രം, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി സ്നേഹപൂർവം, ഓപ്ഷൻ ഡി വയോമിത്രം. ആൻസർ ഓപ്ഷൻ ബി താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയാണ് താലോലം. അടുത്ത ചോദ്യം, ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം? ഓപ്ഷൻ എ പാല്, ഓപ്ഷൻ ബി മുട്ട, ഓപ്ഷൻ സി ചീര, ഓപ്ഷൻ ഡി മാംസം. ആൻസർ ഓപ്ഷൻ സി ചീര. ജീവകം എ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥമാണ് ചീര. ജീവകം എ ഇലക്കറികൾ, അതേപോലെ തന്നെ ക്യാരറ്റ്, ഇതിലൊക്കെയാണ് ഉള്ളത്. അടുത്ത ചോദ്യം, മന്ത് പരത്തുന്ന ജീവി? ഓപ്ഷൻ എ കൊതുക്, ഓപ്ഷൻ ബി ഈച്ച, ഓപ്ഷൻ സി വവ്വാൽ, ഓപ്ഷൻ ഡി എലി. ആൻസർ ഓപ്ഷൻ എ കൊതുക്. മന്ത് പരത്തുന്നത് ക്യുലെക്സ് മോസ്കിറ്റോയാണ്. അടുത്ത ചോദ്യം, രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം? ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കോളറ, ഓപ്ഷൻ സി മലേറിയ, ഓപ്ഷൻ ഡി എയ്ഡ്സ്. ആൻസർ ഓപ്ഷൻ ഡി എയ്ഡ്സ്. അടുത്ത ചോദ്യം, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഓപ്ഷൻ എ രക്തഗ്രൂപ്പ് എ, ഓപ്ഷൻ ബി രക്തഗ്രൂപ്പ് AB, ഓപ്ഷൻ സി രക്തഗ്രൂപ്പ് ബി, ഓപ്ഷൻ ഡി രക്തഗ്രൂപ്പ് O. ആൻസർ ഓപ്ഷൻ ഡി ആണ്. രക്തഗ്രൂപ്പ് O ആണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത്. സാർവത്രിക സ്വീകർത്താവാണെങ്കിലോ അത് AB ആണ് കേട്ടോ. രക്തഗ്രൂപ്പ് AB ആണ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് രക്തഗ്രൂപ്പ് O ആണ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി? ഓപ്ഷൻ എ മെഡിസെപ്, ഓപ്ഷൻ ബി പ്രത്യാശ, ഓപ്ഷൻ സി കാരുണ്യ, ഓപ്ഷൻ ഡി ആശ്വാസകിരണം. ആൻസർ ഓപ്ഷൻ എ മെഡിസെപ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. അടുത്ത ചോദ്യം, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ എ നിശാന്തത, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി കണ, ഓപ്ഷൻ ഡി അനീമിയ.
ആൻസർ ഓപ്ഷൻ ബി സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അടുത്ത ചോദ്യം, ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ. ഓപ്ഷൻ എ ദിശ, ഓപ്ഷൻ ബി സ്നേഹസാന്ത്വനം, ഓപ്ഷൻ സി ആർദ്രം, ഓപ്ഷൻ ഡി ചൈൽഡ് ലൈൻ. ആൻസർ ഓപ്ഷൻ എ ദിശ. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈനാണ് ദിശ. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. ഓപ്ഷൻ എ ഉഷസ്, ഓപ്ഷൻ ബി ആശാകിരണം, ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം, ഓപ്ഷൻ ഡി താലോലം. ആൻസർ ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.